സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാട്ടർ അതോറിറ്റിന്റെ മാറിയ സിലബസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും സിലബസ് മാറിയിട്ടുണ്ട്, എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, സിലബസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. മെക്കുകാരതും കൂടെ ടോപ്പിക്സും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അല്ലേ. അപ്പം ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സിലബസിൽ 3 കാറ്റഗറീസിനും കൂടെ ഒരു സിംഗിൾ സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മുന്നത്തെ സിലബസിലുള്ളത് കാറ്റഗറി നമ്പർ 33/2024, അതുപോലെ തന്നെ 238/24, അതുപോലെ 385/24 അല്ലേ. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ ഒരു സിലബസ് ആയിരുന്നു മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പം മാറി വന്നതിൽ ഈ 2 കാറ്റഗറിക്കും കൂടെ ഒരു സിലബസും, അതുപോലെ തന്നെ 385/2024 വേറെ സിലബസും ആണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും. കാരണം അഗ്രികൾച്ചറുകാർക്കും കൂടെ എഴുതാൻ പറ്റിയ എക്സാം ആണല്ലേ 385/2024. അപ്പം അതിൻ്റെ സിലബസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം അത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ. പക്ഷെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് സിവിലുകാർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്, മറ്റേ ഈ ഒരു എക്സാമിൻ്റെതും സിവിലിന് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ മാത്രം എടുത്ത് കണ്ടാൽ മതി. ഈ ഒരു സിലബസിൻ്റെത് ഈ ഒരു വീഡിയോയിൽ ഷോർട്ടായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ എക്സാമിൻ്റെ സിലബസ് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് of overseer grade 3 in Kerala Water Authority, draftsman grade 2 in groundwater department and work superintendent soil survey and soil conservation department അല്ലേ. അപ്പം ഇതിലേക്കാണ് കാറ്റഗറീസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 33ഉം അതുപോലെ തന്നെ 238ഉമാണ് കാറ്റഗറീസ് വന്നിട്ടുള്ളത്. പിന്നെ ടോട്ടൽ മാർക്ക് 100 മാർക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിലബസ് വന്നിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം അല്ലേ. അപ്പോൾ നമുക്ക് സിലബസിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് മെക്കാർക്കും അതുപോലെ തന്നെ സിവിലുകാർക്കും ഈക്വലി അറിയുന്ന സബ്ജക്റ്റ് തന്നെയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്, പിന്നെ ലെറ്ററിംഗ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയിൽ, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ അല്ലേ. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലുള്ള നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഒരു റിവിഷൻ സീരീസ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് ഈ ഒരു സിലബസിനെ മാത്രം ഓറിയൻറ്റ് ചെയ്തിട്ട് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ആൻഡ് മെൻസ്ട്രേഷൻ ആണ്. യൂണിറ്റ് ആൻഡ് മെൻസ്ട്രേഷന് 6 മാർക്കാണ് വരുന്നത്. 6 മാർക്കിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സും അതുപോലെ തന്നെ മെഷർമെന്റ്സ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺസ് ആൻഡ് സർക്കിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വോളിയം ഓഫ് സോളിഡ്സ് അല്ലേ. എല്ലാ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല, പിക്ക് ചെയ്തിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട് പഠിക്കുക. അപ്പം സിലബസ് തന്ന സ്ഥിതിക്ക് അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കാൻ ചാൻസ്. പഠിച്ചതിന് ശേഷം മാത്രം, ഈ ഒരു സിലബസിലുള്ള ഏരിയ പഠിച്ചതിന് ശേഷം മാത്രം പുറത്തുള്ള ഏരിയാസിൽ പോയി പഠിക്കാം. കാരണം യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പഠിക്കുന്നത്. അതിൽ പിക്ക് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പം 6 മാർക്കുമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ സിയിലെ, അപ്പം സിയിൽ തന്നിട്ടുള്ളത് ഓട്ടോ ക്യാഡാണ്. ഓട്ടോ ക്യാഡ് 8 മാർക്കിനുണ്ട്. അത്യാവശ്യം നമ്മൾ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പറയുന്ന സിലബസിലെ ഏരിയാസ് തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോ ക്യാഡ്, ബേസിക് കമാൻഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് ടൂൾ ബാർസ് ആൻഡ് മോഡിഫൈങ് ടൂൾ ബാർസ്, പ്ലോട്ടിങ് ആൻഡ് പ്രിന്റിങ്. അപ്പം ഇത്രയും ഏരിയാസിൽ നിന്ന് 8 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും സിവിലുകാർക്കും മെക്കാർക്കും അറിയുന്ന ഏരിയാസ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് സർവേയിങ് പറഞ്ഞിട്ടുണ്ട്. സർവേയിങ്ങിൽ 9 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. 9 മാർക്കിൽ പറഞ്ഞിട്ടുള്ളത് കൺവെൻഷണൽ സർവേയിങ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾസ് ആൻഡ് ലെവലിംഗ് സർവേ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്, ടൈപ്സ് ഓഫ് ലെവലിംഗ്, റിഡക്ഷൻ ഓഫ് ലെവൽസ്, കോണ്ടൂറിംഗ്, തിയോഡലൈറ്റ് സർവേ, പിന്നെ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ സർവേയിങ്ങിൽ 9 മാർക്കാണെങ്കിലും അത്യാവശ്യം സർവേ എന്നുള്ള എല്ലാ ഏരിയാസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാലും കുറച്ച് ഏരിയാസ് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് ഏരിയാസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി തന്നെ പഠിക്കാം. മോഡേൺ അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിൻ്റെതും തിയോഡലൈറ്റും ഒക്കെ നമ്മൾ മുന്നത്തെ സിവിലുകാരാണെങ്കിലും മുന്നത്തെ സിലബസിൽ വന്നിട്ടില്ലാത്ത ഏരിയാസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. മെക്കാരാണെങ്കിലും മൊത്തം നമ്മളെ ചാനലിൽ തന്നെ ഓൾറെഡി ഇപ്പോൾ ഗ്രേഡ് 1 ആണെങ്കിലും സർവേയിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. ഈ ഒരു ടൈം തന്നെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ
മാക്സിമം എഫേർട്ട് ഇട്ട് ടൈം ടേബിളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ വേണമെങ്കിൽ നമ്മൾ അഥവാ വീഡിയോ റിവിഷൻ സീരീസ് അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന് 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് സ്റ്റോണ്, ബ്രിക്ക്, ടൈല്, സിമന്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ്, റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്, ടിമ്പർ, ഫൗണ്ടേഷൻ, മേസൺറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ്, ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ്സ് ഫോർ ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ BMC 10 മാർക്കിനാണ് ഒരുവിധം എല്ലാ ഏരിയാസും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അത് നോക്കുക. കറക്റ്റ് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പിന്നും തിയറിയിൽ ഇരുന്ന് ഒരുപാട് ടൈം കളയാണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യുക. അപ്പം അതായിരിക്കും അല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിവിഷനും കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റ് ആണ്. അതും പറഞ്ഞിട്ടുള്ളത് 10 മാർക്കാണ് അല്ലേ. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിൽ 10 മാർക്കിനാണെങ്കിലും ഇതിലുള്ള ഏരിയാസ് പറഞ്ഞിട്ടുള്ളത് ബിൽഡിംഗ് റൂൾസ് അല്ലേ, ബിൽഡിംഗ് ബൈ ലോസും പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. എസ്റ്റിമേഷനിൽ റൂൾസ് ആൻഡ് മെത്തേഡ്സും മെഷർമെന്റ്സ് ഓഫ് വർക്കും റേറ്റ് അനാലിസിസും വാല്യുവേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും നേടാൻ പറ്റുന്ന തന്നെയാണ്. അപ്പം എസ്റ്റിമേഷനിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് 10 മാർക്ക് കിട്ടാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. വാല്യുവേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഏരിയ ആണ് അല്ലേ. ഓക്കെ. അപ്പം BMCയിലൊക്കെ 10 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും പഠിക്കാനുണ്ട്. കമ്പയർ ടു BMC നോക്കുന്ന സമയത്ത് ഈ ഒരു ബിൽഡിംഗ് ബൈ ലോസ് ആൻഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 മാർക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജിയിൽ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ്. 9 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്, റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ്സ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി അല്ലേ. അപ്പം ഇതും നമുക്ക് അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇറിഗേഷനും ഹൈഡ്രോളിക്സും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. അപ്പം ഈ ഒരു റിവിഷൻ സീരീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതേ രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് പിക്ക് ഏരിയാസ് ആണ്. അപ്പം ആ ഒരു ഏരിയാസിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് നമ്മളെ മുന്നത്തെ സിലബസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കി കറക്റ്റ് പഠിക്കുക. ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്നുള്ളതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കുക. പിന്നെ 9 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നോക്കി തന്നെ പഠിക്കുക. ഇറിഗേഷനിൽ ഏതൊക്കെയാണ്, ഹൈഡ്രോളിക്സിൽ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഓരോ ഏരിയയും കൂടുതൽ ഇറിഗേഷനിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം അത് നോക്കി മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫസ്റ്റ് ഏരിയയിൽ ഇത്രയുമാണ്. ഇപ്പൊ സിവിലുകാർക്കും അതുപോലെ തന്നെ മെക്കാർക്കും കൂടെ പറ്റിയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. H ഇപ്പൊ G വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി H വരുന്ന സമയത്ത് അതിൽ വേറെ മൊഡ്യൂൾസ് ആയിട്ട് മൊഡ്യൂൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിൽ മൊഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾസും പിന്നെ അതിന്റെ സബ് ഹെഡിങ്സും ഉണ്ട്. പിന്നെ അതിന്റെ ടോപ്പിക്സും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം മൊഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആൻഡ് interpenetration of solids in orthographic projection പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് പിന്നെ എന്താണ് ഇന്റർപെനട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. ഇതിൽ ഡെഫിനേഷൻ ഓഫ് ഡെവലപ്മെന്റ്സ് ഉണ്ട്, നീഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രി, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡെവലപ്പിംഗ് ദ സർഫസ്, പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് ഓഫ് സർഫസ് ബൗണ്ടറീസ് ബൈ പ്ലെയിൻ ഓഫ് റെവല്യൂഷൻ പറയുന്നുണ്ട്, ഇന്റർസെക്ഷൻ ഓഫ് ഈച്ച് അതർ, ഡെവലപ്മെന്റ് ഓഫ് an oblique cone with elliptical base, calculation of development length of geometrical solids. പിന്നെ അതുപോലെ തന്നെ
and definition of intersection and interpenetration of curves, common methods to find out the curves of interpenetration, പിന്നെ solution of problems on interpenetration of prism, cones and pyramids with their axes, intersection and angles, പിന്നെ intersection of cylinder ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സും വെൽസ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസുമാണ്. അപ്പം ഇത് സിവിലാർക്കും അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്, കുറെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ സ്ക്രൂ, ത്രെഡ്, പിന്നെ ടേംസ്, പിന്നെ അതുപോലെ തന്നെ നോമൻക്ലേച്ചർ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അതിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സ്, പ്രൊപ്പോർഷൻസ് ആൻഡ് ദെയർ യൂസസ്, പിന്നെ ത്രെഡ്സ് ആസ് പെർ SP46 2003 കൺവെൻഷൻസ്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 തന്നെ പറയുന്നതാണ് ഇപ്പം. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബോൾട്ട്, നട്ട്സ് ആൻഡ് സ്റ്റഡ് ആൻഡ് ദെയർ പ്രൊപ്പോർഷൻസ്, യൂസസ്. പിന്നെ അതിൽ വെൽഡ് പറയുന്നുണ്ട്, വെൽഡിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് ദെയർ റെപ്രസെന്റേഷൻസ്, പിന്നെ ഇൻഡിക്കേഷൻസ് ഓഫ് വെൽഡിംഗ്, സിംബൽസ് ഓൺ ഡ്രോയിങ് ആസ് പെർ SP46. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ലോക്കിംഗ് ഡിവൈസസും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ സ്ക്രൂസ്, ക്യാപ് സ്ക്രൂ, സെറ്റ് സ്ക്രൂ ആസ് പെർ സ്പെസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട് ആൻഡ് ദെയർ യൂസസ്. അപ്പം ഇത്രയാണ് മൊഡ്യൂൾ 2 പറയുന്നത്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ പൈപ്പ് ജോയിൻസും റിവറ്റഡ് ജോയിൻസുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ്, ഫിറ്റിംഗ് ഓൺ പൈപ്പ്, പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ്, ലൂപ്പ് ആൻഡ് അതർ പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് റിവറ്റ്സ് ആൻഡ് ദ സൈസ് പ്രൊപ്പോർഷൻസ് ആൻഡ് യൂസസ്, ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻസ്, ടേംസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് റിവറ്റഡ് ജോയിൻസ്, കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻസ്, in a relation between rivet size and thickness of plates and calculations for arrangements of riveted position, causes of failure of riveted joint, efficiency of riveted joint. Module 4 നോക്കുകയാണെങ്കിൽ ബെൽറ്റ് ഡ്രൈവ്, മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ് സ്ലിപ്പ് ആൻഡ് ക്രീപ്പ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, പിന്നെ സിമ്പിൾ എക്സസൈസസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ്, സ്പീഡ്സ്, നമ്പേഴ്സ് ഓഫ് ബെൽറ്റ് നീഡഡ് ഇൻ വി ബെൽറ്റ് ഡ്രൈവ്, വെലോസിറ്റി, പുള്ളി റേഷ്യോ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പുള്ളി വിഡ്ത്ത് ഓഫ് പുള്ളി, ഫേസ്, വെലോസിറ്റി റേഷ്യോ, ചെയിൻ ഡ്രൈവ് അല്ലേ. ഇത് അപ്ലൈഡ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾ ഈ ഒരു കുറച്ച് ടേംസ് ഒക്കെ സിവിലാരും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഡ്രൈവിലേക്ക് വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, കാസ്റ്റ് ഗിയേഴ്സ് ആൻഡ് മെഷീൻഡ് ഗിയേഴ്സ്, അതുപോലെ തന്നെ നോളജ് ഓഫ് പ്രൊഫൈൽ ഓഫ് ഗിയേഴ്സ്. പിന്നെ മൊഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ് പറയുന്നത്. അതിൽ ഹൈഡ്രോളിക്സിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടൈപ്പിക്കൽ ഹൈഡ്രോളിക് സിസ്റ്റം കോമ്പോണൻസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജാക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ, അതുപോലെ തന്നെ സിംബൽസ് ആൻഡ് വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് DC വാൽവ്, നോൺ റിട്ടേൺ വാൽവ് ആൻഡ് ത്രോട്ട് വാൽവ്. പിന്നെ ന്യൂമാറ്റിക്സിൽ നോളജ് ഓഫ് ടൈപ്പിക്കൽ ന്യൂമാറ്റിക് സിസ്റ്റം, FRL എയർ സർവീസ് യൂണിറ്റ് ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ആണ് പറയുന്നത്. പിന്നെ മൊഡ്യൂൾ 6 വരുന്ന സമയത്ത് ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസ് അല്ലേ. ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസിനെ കുറിച്ചാണ്. ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസ്, ഡയമെൻഷൻസ്, ജിയോമെട്രിക്കൽ ടോളറൻസ്, ഇൻഡിക്കേഷൻ ഓഫ് സിംബൽസ് ഫോർ മെഷീൻ ആൻഡ് സർഫസ് ഫിനിഷിംഗ് ഓൺ ഡ്രോയിങ്സ്, പ്രൊഡക്ഷൻ ഓഫ് ഇന്റർചേഞ്ചബിൾ പാർട്സ്, ജിയോമെട്രിക്കൽ ടോളറൻസ്. പിന്നെന്താണ് ഫെമിലിയറൈസേഷൻ വിത്ത് IS 919, IS 2709 ആണ് പറയുന്നത്. പിന്നെ മൊഡ്യൂൾ 7 ബിയറിങ്സ് ആണ്. ടൈപ്സും അഡ്വാൻറ്റേജസും ആണ്. നോളജ് ഓഫ് ബിയറിംഗ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻസ് അല്ലേ. അപ്പം അതിൽ പറയുന്നത് ഇതിനെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ 1 പറയുന്നത് 3+2 5 ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 നമുക്ക് കാണാൻ പറ്റും. മൊഡ്യൂൾ 2 പറയുന്നത് 3+2+ പിന്നെ അതുപോലെ തന്നെ 3 വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് നമുക്ക് മൊഡ്യൂൾ 2 8 മാർക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 3 വരുന്ന സമയത്ത് 2+3 ആണ് അല്ലേ. 2+3 വരുന്ന സമയത്ത് 5 ആണ് മൊഡ്യൂൾ 3 വരുന്നത്. പിന്നെ മൊഡ്യൂൾ 4 വരുന്ന സമയത്ത് 4ഉം 7ഉം ആണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 4ഉം 3ഉം ആണ്. ടോട്ടൽ നമുക്ക് 7 ആണ് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ടോട്ടൽ വരുന്നത് മൊഡ്യൂൾ 4. പിന്നെ മൊഡ്യൂൾ 5 വരുന്ന സമയത്ത് 3+2 5 മാർക്കാണ് വരുന്നത്. മൊഡ്യൂൾ 6 വരുന്ന സമയത്ത് 4 മാർക്കാണ് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 7 വരുന്ന സമയത്ത് 4 മാർക്കുമാണ് അല്ലേ.
അപ്പം ഇങ്ങനെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ സിവിലുകാരാണെങ്കിൽ സിവിലുകാർക്ക് തന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറേ പോർഷൻസ് ഉണ്ടാവുമല്ലോ. ഇൻ കേസ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന ഫാസ്റ്റ്നേഴ്സിൽ അല്ലേ, ഫാസ്റ്റ്നേഴ്സിൽ സ്ക്രൂ ത്രെഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സിവിലുകാർക്കും കുറച്ചുകൂടെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് അതുപോലെ തന്നെ മൊഡ്യൂൾ 1-ലാണെങ്കിലും ഡ്രോയിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെൽഡൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ഏരിയ തന്നെയാണ് അല്ലേ. അപ്പം അതിനെ നോക്കുക. പിന്നെ പൈപ്പ് ജോയിൻസിൻ്റെതും നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു അറിയുന്ന നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് അങ്ങനെ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏതാണ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഹൈഡ്രോളിക്സ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഇപ്പം തീരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് തീരെ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് അല്ലാണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിച്ചു വെച്ചിട്ട് ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോൾ വീഡിയോ വരികയാണെങ്കിൽ അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാത്ത ഏരിയാസിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അപ്പം പഠിക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുക. പക്ഷേ അതിനൊരു കറക്റ്റ് ടൈം ടേബിൾ വേണം, കറക്റ്റ് ഒരു ഐഡിയ വേണം. അല്ലാതെ ഇപ്പം നിങ്ങളൊരു ഇപ്പോൾ മൊഡ്യൂൾ 1 തന്നെയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഓക്കെ എനിക്കിത് അറിയാമെന്നുള്ള രീതിയിൽ നിൽക്കരുത്. ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നും ടിക്കിട്ട് തന്നെ പഠിക്കാം. ഇതിൻ്റെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും അല്ലേ. അല്ലാണ്ട് ഫോണിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ കുറേ ടൈം ഫോണിലും കൂടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഓവർ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പഠിത്തത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങളിത് പ്രിൻ്റ് എടുക്കുക. എഴുതുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അപ്പം നോക്കുക, നിങ്ങൾ ഓരോരുത്തരെയും സൗകര്യമാണ്, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പഠിച്ച് നോക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിപ്പം മെക്കിലാണെങ്കിലും സിവിലാരടുത്താണ് നമുക്കിപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് കുറച്ചൊരു എഫേർട്ട് സിവിൽ നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. നിങ്ങളിപ്പം ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മെക്കിനേക്ക് കംപ്ലീറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് തിയറി ആയിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ തിയറി ജസ്റ്റ് ഒന്ന് ബേസിക് വായിച്ചിടുക. ഇരുന്ന് പഠിക്കുക എന്നല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിടുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മെക്കിൽ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ ഓരോ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചെടുക്കുക. ഇൻ കേസ് നിങ്ങൾ ലെക്കിന് ആ ഒരു സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ മെക്കാരാണെങ്കിലും നിങ്ങൾക്കും വന്നിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അത്യാവശ്യം നിങ്ങളതിലേക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം സെയിം മെക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻസ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സിവിലിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ പഠിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എല്ലാം നമുക്ക് ഒരു അറിയാത്ത ഏരിയാസും അറിയുന്ന ഏരിയാസും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം ഇതിൻ്റെ മുന്നത്തെ വാട്ടർ അതോറിറ്റി ആണെങ്കിലും നിങ്ങൾ നമുക്കിപ്പോൾ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും തന്നതുകൊണ്ട് അധികവും ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെയിറ്റേജ് വെച്ച് തന്നെ പഠിക്കുക, മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. അപ്പം ഒരു എക്സാം വരുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റായി നിൽക്കുന്ന പോലെ കറക്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് ചില റീസൺ കാരണം ആ ഒരു ടൈം ടേബിൾ എക്സ്റ്റെൻഡ് ആവാനായിരിക്കും ചാൻസ്. അങ്ങനെ നിങ്ങൾ പക്ക പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ എടുക്കാം. അല്ലാത്തവരാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഡേ വെച്ചിട്ട് ടൈം ടേബിൾ ഇടുക. എന്നിട്ട് അതിൽ മാക്സിമം വർക്ക് ചെയ്ത് തീർത്തിട്ട് പിന്നെ റിവിഷനും കൂടെ ഒരു ടൈം കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ എക്സാമിനും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു നോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽസ് എബോവ് ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് may also appear in the question paper. There is no undertaking that all the topics above may covered in the question paper. അപ്പം ഇത് എല്ലാ എക്സാമിനും നമുക്ക് തരുന്ന ഒരു നോട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് അധികവും നമ്മുടെ സിലബസിലുള്ള ഏരിയാസ് മാത്രമാണ് ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ അത് വെച്ച് തന്നെ പഠിക്കുക. പിന്നെ മെക്കിൻ്റെ ക്ലാസ് നമ്മളെ ചാനലിൽ നമ്മൾ എനിക്ക് തോന്നുന്നു IC എഞ്ചിൻ്റെതും ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. മൊത്തം നോട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നല്ല, പിന്നെ ലെയ്ത്തും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ സിലബസിലൊന്നും അത് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല.
അതുപോലെ 385 കാറ്റഗറി 385 എന്തോ IC എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തോ ഇൻട്രോ 1 2 3 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും കറക്റ്റ് ടൈം ടേബിൾ ഇട്ട് തന്നെ പഠിക്കുക. മാക്സിമം സേഫ് ആയിട്ടുള്ളൊരു ഡേ ടൈം ടേബിൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ സിവിലുകാർക്കും മെക്കാർക്കും പറ്റിയിട്ടുള്ളൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എഫേർട്ട് ഇട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.